ഇവന്റെ കൈ രണ്ടും കൂട്ടിക്കെട്ടിയത് നന്നായി. എനിക്ക് ബോധം വരുമ്പോ ഇവൻ നമ്മളെ ശരിയാക്കി തന്നെ. ഇവനെ കണ്ടാലറിയാം ആള് ക്ഷിപ്രകോപിയ. അപ്പൊ ഇവനാണ് എമ്പുരാന്റെ തിരക്കഥയൊക്കെ എഴുതിയത്? ഓ, അത് മുരളി ഗോപി, ഇത് ക്ഷിപ്രഗോപി, ദേശീയക്കാരനെന്ന് ഉദ്ദേശിച്ചത്. നമ്മളാണ് റിപ്പറെ കീഴ്പ്പെടുത്തിയെന്നറിഞ്ഞാ ചിലപ്പോ അവാർഡ് വരെ കിട്ടിയേക്കും. നമ്മളാ വളരെ ആലോചിച്ച് തന്ത്രപരമായ നീക്കത്തിലൂടെ കീറി കൃത്യമായിട്ട് ഇപ്പറ മർമ്മത്തടിച്ച് വീഴ്ത്തിയത് ഞാനല്ലേ. ആഹാ, നിന്നോട് ഞാൻ അടിക്കാൻ പറഞ്ഞപ്പോ നിനക്ക് റിപ്പർമാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞവനല്ലേ? അത് പിന്നെ ഇഷ്ടപ്പെടാൻ റിപ്പറൊക്കെ കാമുകൊന്നുമില്ല, ശത്രുവല്ലേ. ശത്രു സ്നേഹിക്കാൻ ഞാൻ ദേശകൃത്യം. ചക്ക വീണപ്പോ മുയല് ചത്തു, അതിനാണ് ഇത്ര ബിൽഡപ്പ്. പറയും പോലെ അടികൊണ്ട് വീണ് ബോധം പോയതാണോ? ഇവൻ ചത്തോ? ഇവനെങ്ങാനും ചത്ത നമ്മളെല്ലാം കൊടുക്കും. അതെങ്ങനെ? നീയല്ലേ ഇവന് കൃത്യമായി തന്ത്രപരമായി മർമ്മത്തടിച്ച് കൊന്നത്? ഇത് ഞങ്ങളെന്ത് വിളിച്ചു? അതെ, ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ കൂടി നിരപരാധികളാക്കാൻ നോക്കിയാണത്. കുറ്റം ചെയ്തത് നീയല്ലേ, അപ്പൊ നീ തന്നെയാണ് നിരപരാധി. അത് തന്നെയാണ് ഞാനും പറയുന്നത്, ഞാൻ നിരപരാധിയാന്ന്. സമ്മതിച്ചല്ലോ, അത് മതി. പോലീസിനോടും ഇത് തന്നെ വിവരം പറയണം. അതിനു മുമ്പ് റിപ്പർ ചത്തോ ജീവനുണ്ടോ എന്ന് നോക്കണ്ടേ? നിങ്ങൾ നോക്ക്, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. മരുമകള് തനിച്ച. ആഹാ, അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞത് മരുമകൾക്ക് ആരും പേടിയില്ല, അവിടെ AK-47 ഉണ്ട്, റിപ്പറെ ചുട്ടുകളയും, ചുട്ട റിപ്പറെ പറപ്പിക്കുമെന്നൊക്കെ. അത് ശരിയാ, പക്ഷേ മരുമകളാ. ഹലോ, സമയം എന്തായെന്ന് അറിയാമോ? ദേ വരികൻ. വാതിലും ജനലൊക്കെ നന്നായി അടച്ചിട്ടില്ലേ? ആ, അല്ലെങ്കിൽ എന്ത് പേടിക്കാനാ, റിപ്പറിനെ പിടിച്ചില്ലേ? പിടിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു? ആ, ദേ ടിവിയിലും ഫേസ്ബുക്കിലൊക്കെ അതാ വാർത്ത. ഇവിടെ ആരോ ഒളിക്യാമറ വെച്ചിട്ടുണ്ട്. വിളിക്കാൻ പറയും. അത് നമ്മൾ റിപ്പറെ പിടിച്ചെന്ന് എല്ലാവരും അറിഞ്ഞു. ടിവിയിലും മൊബൈലൊക്കെ വന്നെന്നാണ് മരുമകള് പറയുന്നത്. മൊബൈലോ? അറിയാതെ ലൈവ് എല്ലാം പോയാ. ഏയ്, ഇത് വേറെ വല്ല സംഭവം ആകാനാ സാധ്യത. എന്തായാലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് നോക്ക്, കാര്യം അറിയാല്ല. ഒടുവിൽ റിപ്പർ പിടിയിലായി. നാടിനെ മണിക്കൂറുകളോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ റിപ്പർ ഒടുവിൽ പോലീസിന്റെ വലയിലായി. പൂക്കാച്ചോല ജംഗ്ഷന് സമീപമുള്ള ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതിനിടെയാണ് റിപ്പറെ പോലീസ് തന്ത്രപൂർവ്വം കെണിയിൽ വീഴ്ത്തിയത്. അപ്പൊ ഇവനാരാ? അതറിയണമെങ്കിൽ ഹെൽമെറ്റ് മാറ്റി നോക്കണം. എനിക്ക് പേടിയാ. നീ ധൈര്യവാനല്ലേ, നീ ഒന്ന് മാറ്റി നോക്കും. ധൈര്യക്കുറവൊന്നുമില്ല, എങ്കിലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ശരിയാണോ എന്ന് ഓർത്താ. അതിന് ഇയാളുടെ തുണി അടിച്ചു നോക്കാനൊന്നും അല്ലല്ലോ നിന്നോട് പറഞ്ഞത്. ശരിയാ, ഇയാള് റിപ്പറല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കണത്? എന്നാ ചേട്ടൻ ഹെൽമെറ്റ് ഊരി നോക്കിക്കേ. നോക്കാമായിരുന്നു, പക്ഷെ ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഒരാൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഓർമ്മ വേണം. അത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന കാര്യമില്ല, അതുപോലെയാണ് ഹെൽമെറ്റ്. ചുരുക്കം പറഞ്ഞ ഹെൽമെറ്റ് ഊരി നോക്കാൻ എല്ലാവർക്കും പേടിയാണ്. അല്ലാതെ തന്നെ എനിക്കറിയാം ഇതാരാണെന്ന്. അതെങ്ങനെ? ഇവിടുത്തെ ബാത്റൂമിൽ ഫ്ലഷ് കേടാണ്. പ്ലംബർ ശശിയെ വിളിച്ചപ്പോൾ അവൻ ഒടുക്കത്തെ തിരക്കാണ്. വൈകുന്നേരമാകട്ടെ റിപ്പയറിങ്ങിന് ആരെങ്കിലും പിള്ളേരെ വിടാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാ അത് ഓർക്കണം. മനസ്സിലായ? പണിക്ക് വന്ന പ്ലംബറെയാണ് നീ അറഞ്ചം പുറഞ്ചം തല്ലിക്കൊന്നിട്ടേക്കണത്. ഞാനാ? അപ്പൊ തലക്കടിക്കണം, ഒറ്റടിക്ക് വീഴണമെന്നൊക്കെ പറഞ്ഞത് ആരാ? അല്ല, അപ്പൊ ആള് മരിച്ചെന്ന് ഉറപ്പിച്ച? വാ നോക്കാം. ചത്താപ്പണിയാ. ശശിചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ, പ്ലംബർ ഇവിടുത്തെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അതെ, പണിത്തിരക്കായിരുന്നു, അതാണ് താമസിച്ചത്. പിന്നെ റിപ്പറും നമുക്ക് എന്തായാലും ഒന്ന് ശരിയാക്കിയേക്കാം. അതിന് ബാത്റൂമിലെ ഷവർ ശരിയായി. ഷവറോ? ഫ്ലഷിനല്ലായിരുന്ന തകരാറ്? അതെ, ഫ്ലഷ് തന്നെ. അത് തന്നെത്താൻ ശരിയായി. കൂട്ടത്തിൽ ഷവറും ശരിയായി. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇവിടം വരെ ഒന്ന് വന്നതല്ലേ. വേണ്ട, വാടകക്കാരെല്ലാം ബാത്റൂമിലാണ്. ഇപ്പൊ ബിസിയാ. നാളെ വാ, നോക്കാം.
എല്ലാരും കൂടി ബാത്റൂമില്ല. എല്ലാവരും കൂടിയല്ല, ഓരോരുത്തരായി ഫ്രഷ് ആകാൻ തിരക്ക് കൂട്ടുകയാണെന്നാണ് ഉദ്ദേശിച്ചത്. കുറേ സമയമെടുക്കും, പോയിട്ട് പിന്നെ വാ. ശരി. ചേട്ടൻ നേരത്തെ പറഞ്ഞ പ്ലംബർ അല്ലേ വന്നത്? ആ പ്ലംബറാണ് ഈ കിടക്കണെന്നല്ലേ നേരത്തെ പറഞ്ഞത്. അത് ആകെ കൺഫ്യൂഷനായി. അപ്പൊ ശരിക്കും ഇതാരാ?